മൊത്തത്തിൽ ആകെ കുഴപ്പമാണല്ലോ മക്കളെ കാണുന്നത്. തൃശ്ശൂര് ഞാൻ ഇങ്ങ് എടുക്കുക, തൃശ്ശൂര് നിങ്ങൾ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് തൃശ്ശൂര് കൈ കിട്ടിയപ്പോൾ ഗോപിയേട്ടൻ ആകെ ഒരു ചിത്തഭ്രമം. ഇത് തുടക്കമാണോ മക്കളെ, അതോ ഫൈനൽ സ്റ്റേജ് ആണോ? എന്തൊക്കെയാണേലും ആകെ ഒരു ലെക്ക് കെട്ട മട്ട. ആരും കാണിക്കാത്ത പോലുള്ള ഒരു തരം പരിപാടികളാണ് നമ്മുടെ ഗോപിയണ്ണന്റെ കയ്യിലുള്ളത്. ഇതൊക്കെ കാണിക്കുമ്പോൾ ഗോപിയണ്ണൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പണ്ടത്തെ നാടുവാഴികളുടെ കാലത്ത് നിന്ന് ഇപ്പോഴും ഗോപിയണ്ണൻ മോചിതനായിട്ടില്ല എന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഇറങ്ങും അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് ഷോളൊക്കെ പുതച്ചുകൊണ്ട്, പുറകെ പരിവാരങ്ങളും അടിയാളുകളൊക്കെ ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ തമ്പുരാൻ അങ്ങനെ അതാ ഞെളിഞ്ഞങ്ങ് നടക്കുകയാണ്. എങ്ങനെയൊക്കെ പോയാലും സുരേഷ് ഗോപി കൂത്തുകൾക്ക് മുടക്കം വരുത്താറില്ല. ആരും കാണിക്കാത്ത വല്ലാത്ത ജാതി കൂത്താണ് നമ്മുടെ ഗോപിയേട്ടൻ കാണിക്കുന്നത്. തലയ്ക്ക് നോസളകെ എന്ത് ചെയ്യും? തമ്പുരാൻ വരുന്ന വഴിയിൽ എല്ലാവരും പഞ്ചപുച്ച മടക്കി നിൽക്കണം. അത് കാണാനാണ് തമ്പുരാൻ ഇഷ്ടം. അത് കാണുമ്പോൾ തമ്പുരാൻ ഒരു ഞെളിയിലുണ്ട്. ആ ഞെളിയിലാണ് ഇഷ്ടം കാണേണ്ടത്. ഡെയിലി കാണാം ഓരോ കോമാളിത്തരങ്ങൾ. ഗോപിയണ്ണന്റെ കസേരകളിൽ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ? വേദിയിൽ ഒരേപോലത്തെ കസേരയാണ് എല്ലാവർക്കും ഇട്ടിരുന്നത്. അതിലൊന്ന് ഗോപിയണ്ണൻ നേരത്തെ എടുത്തു മാറ്റിച്ചിട്ട് പകരം അവിടെ ഒരു സാധാരണ പ്ലാസ്റ്റിക് ചെയർ കൊണ്ടുവന്നിട്ടു. ഗോപിയണ്ണന്റെ സൈക്കോളജിക്കൽ മൂവ്മെന്റ്. ജസ്ന സലീം വിൽക്കാനായിട്ട് വരച്ച ചിത്രങ്ങളിൽ ഫസ്റ്റത്തെ 2 ഗോപിയേട്ടൻ വാങ്ങിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് മറ്റു ജനങ്ങളെ ഈ ട്രാപ്പിൽ പെടുത്താനുള്ള ഗോപിയേട്ടൻ്റെയും ജസ്നയുടെയും ട്രിക്കല്ലേ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അമിത്ഷാക്കും വേറൊരാൾക്കും കൊടുക്കാനാണെന്നും പറഞ്ഞ് ജസ്ന സലീം സോഷ്യൽ മീഡിയയിൽ കിടന്ന് തുള്ളിച്ചാടിയ ആ 2 പടങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഗോപിയേട്ടാ? കയ്യിലുണ്ടോ? അമിത്ഷാക്ക് കൊടുത്തോ? കൊച്ചു ഗള്ളൻ. മറ്റു ഹിന്ദുക്കളെ ഈ വലയിൽ ചടിക്കാനുള്ള ഗോപിയേട്ടൻ്റെ ഒരു ജാതി നമ്പറേ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഗോപിയേട്ട സംഖ്യകളെ ചടിച്ചോളൂ, ഹിന്ദുക്കളെ ചടിക്കാൻ നോക്കരുത്. സ്വന്തം ആൾക്കാർക്കിട്ട് തന്നെ താങ്ങണോ ഗോപിയേട്ടാ? ഗോപിയേട്ടൻ പോകുന്നിടത്തൊക്കെ ജസ്ന സലീം ഉണ്ടല്ലോ. എന്താണ്? ജസ്ന സലീമിന്റെ കുറച്ച് തുറന്നു പറച്ചിലുകളൊക്കെ വന്നിരുന്നു. ന്യൂസ് 18 കേരള കണ്ടു കാണും അല്ലേ? ജസ്ന സലീം ആരോടും പറയാതെ ആരും അറിയാതെ മൂടി വെച്ചിരുന്ന കുറേ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത് അവർക്ക് പബ്ലിക്കിനോട് തുറന്നു പറയേണ്ട ഒരു സാഹചര്യം, ഗതികേടെന്ന് തന്നെ പറയാം, ഗതികേടുണ്ടായി. എന്തൊക്കെയാണ് ഗോപിയേട്ട ആ സ്ത്രീ വിളിച്ചു പറയുന്നത്? ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഗോപിയേട്ടൻ ജസ്ന സലീമിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. മറ്റൊരു സരിതയാവാനുള്ള പുറപ്പാടിലാണ് ജസ്ന സലീം എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും കസേരകളി കഴിഞ്ഞു. ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിച്ചും മറ്റു ഹിന്ദുക്കളെ പറ്റിക്കുന്ന ചടങ്ങ് കഴിഞ്ഞു. മന്ത്രിയായിട്ട് ഉദ്ഘാടനത്തിന് വരത്തില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ അത് നടനായിട്ട് മാത്രമേ ഉള്ളൂ. തന്റെ സുഹൃത്തുക്കൾ വാങ്ങിക്കുന്ന പോലെ പ്രതിഫലം തനിക്കും തരണം എന്ന് ഗോപിയേട്ടൻ വേദിയിൽ തുറന്നു പറഞ്ഞില്ലേ? സത്യത്തിൽ ഗോപിയേട്ടൻ മന്ത്രിയാണോ അതോ നടനാണോ? ഗോപിയണ്ണന്റെ കാര്യം പറഞ്ഞാൽ മൊത്തത്തിൽ കോമഡി ആണല്ലോ. എന്നും നമുക്ക് ട്രോളാനുള്ള വകുപ്പുകൾ നമ്മുടെ ഗോപിയണ്ണൻ തന്നെ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. എങ്ങനെ കഴിയുന്നു ഗോപിയണ്ണ നിങ്ങൾക്കിത്? മറ്റു കേന്ദ്രമന്ത്രിമാർക്ക് ഇല്ലാത്ത ഈ ഒരേ ഒരു കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഗോപിയണ്ണ. മറ്റുള്ളവർക്ക് ട്രോളാനുള്ള ട്രോളുകൾ സ്വയം ഉണ്ടാക്കി അവരുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കാനുള്ള ഈ ജന്മസിദ്ധമായ കഴിവ് അവിടത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ ഒരു സംഖ്യയുടെ കൈ പിടിച്ചു ഓടിക്കേണ്ടിയിരുന്നില്ല ഗോപിയണ്ണ. അത് ഗോപിയേട്ടനെ തൊടാൻ വന്നതല്ല, അതെന്തോ ചൂണ്ടിയതാണ്. അതൊരു ലേഡിയുടെ കൈയായിരുന്നെങ്കിൽ ആഹാ, ഒരു മകളുടെ വാത്സല്യം അനുഭവിക്കാനുള്ള യോഗം ആ ലേഡിക്ക് ഉണ്ടായേനെ. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി പെണ്ണുങ്ങളെ മാത്രം കെട്ടിപ്പിടിക്കുന്നത്, ആണുങ്ങളെ പരിസരത്തേക്ക് അടുപ്പിക്കാത്തത് എന്നും മറ്റുള്ള ആൾക്കാർ ചോദിക്കുന്ന പോലെയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. മോശല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചോദിക്കില്ല. അപ്പോൾ അവിടെ നിന്ന്